സംഭവങ്ങൾ അറിഞ്ഞില്ലേ? സ്വർണം വിൽക്കാൻ കൊണ്ടു ചെന്നപ്പോൾ വിൽപ്പനക്കാർക്ക് എട്ടിൻ്റെ പണിയാണ്. കാരണം സ്വർണങ്ങൾ പെട്ടെന്ന് വിൽക്കാൻ നമുക്ക് പറ്റാതെ വന്നു. കാരണം പൈസകൾ ഇങ്ങനെ കയറി കയറി വരികയാണ്. അത് എപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം സ്വർണ്ണക്കടക്കാർക്ക് ഇപ്പോൾ നമ്മൾ വിൽക്കാൻ കൊണ്ടു ചെന്ന സ്വർണത്തിന് കാശില്ല. കാരണം ഇപ്പോൾ കാശില്ല, ഒരുപാട് സമയം വൈകിട്ട് കാശ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുകയാണ്. എട്ടിൻ്റെ പണിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ സ്വർണ്ണക്കടയിൽ വിൽപ്പനകളൊന്നും നടക്കണില്ല എന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇതിലൊക്കെ കടകൾ പൂട്ടുകയാണ്. കാരണം ആരും വരില്ല. ആകെ ചെല്ലുന്നതാണ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ആൾക്കാർ ചെല്ലണതേ. അപ്പോൾ വിൽക്കാനെങ്കിൽ അവർ സ്വർണം എടുക്കണില്ല. സ്വർണത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ വിൽക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാശ് തരണമെങ്കിൽ ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ആവും എന്നാണ് പറയണത്. നമ്മളിപ്പോൾ പെട്ടെന്നൊരു ആവശ്യത്തിന് വിൽക്കാൻ പിടിച്ചത് സാധനം കിട്ടില്ല. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഈ കളികളൊന്നും നമ്മൾ ബുദ്ധിയുള്ളവർ ഒന്ന് സഹിച്ച് ക്ഷമിച്ചത് ഇതായിട്ടല്ലോ. ഇതൊക്കെ പണ്ടത്തെ രീതിയിലേക്ക് എത്തിച്ചേരും കേട്ടോ. ഇത് വെറുതെ പറഞ്ഞല്ല, ഇതൊക്കെ യഥാർത്ഥ കാര്യങ്ങളാണ്. ഇപ്പോൾ പൈസയുടെ മൂല്യങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും കാരണങ്ങൾ കൊണ്ട് ഉണ്ടായി വന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ ഈ സ്വർണത്തിൽ തന്നെ ഇപ്പോൾ പല വ്യത്യാസങ്ങളും വരുന്നുണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ സ്വർണങ്ങൾ ഈ ഒന്നിൻ്റെ മുകളിലുള്ളത് വളരെ താഴ്ന്ന രീതിയിലും ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പവൻ്റെ സ്വർണം കൊണ്ട് മാല, വള, കമ്മൽ, മോതിരം, ഒരു പവൻ്റെ സ്വർണം അതിനെ ലൈറ്റ് വെയ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് അതിനെ അവർ ചിത്രീകരിച്ച് കണ്ടിട്ട് 50,000 രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത്. അതൊന്നും പണയം വയ്ക്കാൻ പറ്റുന്നതല്ല. അത് ലൈറ്റ് വെയ്റ്റ്, അതായത് പുതിയ തരത്തിൽ നമ്മൾ മേടിക്കാം, നമുക്കത് പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റിട്ടൊന്നും നമുക്ക് പണം കിട്ടുന്നതല്ല. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് ആകർഷിപ്പിക്കുകയാണ് ചെല്ലുമ്പോഴേ. അതുപോലെ സംരക്ഷണം തരാം. 900 ഗ്രാം സ്വർണം ഒരു വീട്ടിൽ വയ്ക്കാം, അതിന് ഇൻഷുറൻസ് ചെയ്ത കള്ളന്മാർ കൊണ്ടുപോയാലും അതിന് കാശ് കിട്ടുമെന്നൊക്കെയാണ് പറയണത്. ഇതൊക്കെ ബുദ്ധിയുള്ള നമ്മളെപ്പോലെ അവരൊക്കെ നമ്മൾ മണ്ടന്മാരെന്ന രീതിയിൽ നീ സംസാരിച്ച് കാര്യങ്ങൾ കൂട്ടുന്നതേ. അതൊന്നും കിട്ടുന്ന കാര്യങ്ങളല്ല. ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവരതിന് ഉത്തരവാദിത്തപ്പെടുമോ? നമ്മുടെ കുറച്ച് കാശും കൂടി ഇൻഷുറൻസിലേക്ക് പോകും, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കൈമലത്തിന് ലാസ്റ്റ് വരുമ്പോഴേ. അപ്പോൾ അതിൻ്റെ പേരിൽ പൊന്നു കൂടപ്പുറപ്പുകൾ സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പം അങ്ങോട്ട് മറന്നേക്ക്. ഇതിനൊരു സമയം വരും, അപ്പം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു.